അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചു നാൾക്ക് മുന്നേ ദിയ കൃഷ്ണന്റെ ഫാമിലി ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ അപ്പൊ വീണ്ടും അതേപോലെ തന്നെ ആ ഒരു ടാർജറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല കേട്ടോ, ദിയ കൃഷ്ണയുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. ആ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അശ്വന്റെ ഫാമിലി ഒന്നും ഇല്ല. അത് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ അശ്വൻ അവിടെ ഒരു ഒറ്റപ്പെട്ട രീതി തന്നെയാണ് നമുക്ക് ആ ഒരു വീഡിയോസിലാണെങ്കിലും കാണാൻ പറ്റിയിട്ടുള്ളത്. അതിലും അപ്പുറം നമുക്ക് മെയിൻ ആയിട്ട് ആ ഒരു കാര്യത്തിൽ കാണാൻ പറ്റിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ അപ്പച്ചി ഈ ഒരു ആഹാരം പറയുന്നുണ്ട്, അപ്പച്ചി ഒന്ന് മാറി നിന്നേ, അപ്പച്ചി ഒന്ന് പുറകിലോട്ട് പോയി നിന്നേ, അപ്പച്ചി ഇപ്പം തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് വരണ്ട എന്നുള്ള രീതിയിൽ. എന്നിട്ട് അപ്പച്ചി ആ ഒരു കുഞ്ഞിനെ പിടിക്കാൻ പോകുന്ന സമയത്ത് ഇഷാനി കൈയൊന്ന് ജസ്റ്റ് തട്ടി മാറ്റുന്നുണ്ട്, അതായത് തൊടണ്ട എന്നുള്ള രീതിയിൽ തട്ടി മാറ്റുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു റെസ്പെക്റ്റും മുതിർന്ന ആൾക്കാരോട് ഇല്ലാത്ത ഒരേ ഒരു ഫാമിലി. ഇവരാരെന്നാ ഇവരുടെ വിചാരം? ഇവരാണെങ്കിൽ യൂട്യൂബ് കൊണ്ടിട്ടാണ് ജീവിക്കുന്നത് തന്നെ, അല്ലാണ്ട് ഭയങ്കര ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ യൂട്യൂബ് വരുമാനം കൊണ്ടാണ് ഇവർക്ക് ഓരോ ആൾക്കാർക്കും യൂട്യൂബ് ഉണ്ട്. അപ്പൊ ആ ഒരു യൂട്യൂബ് വരുമാനത്തിൽ നിന്നാണ് ഇവര് ബിസിനസ് വരെ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ മറിഞ്ഞിട്ട് ഞാൻ എന്തോ ആണ് എന്നുള്ള രീതിയാണ് ആ ഒരു ഫാമിലിക്ക് ഉള്ളത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആൾക്കാരോടും ഒരു റെസ്പെക്റ്റോ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം, അത് സ്വന്തം അമ്മയാണെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ ആരാണെങ്കിലും ഇല്ല. അവർക്ക് പൊതുവെ അങ്ങനെ ആരോടും ഒരു പരിഗണന, സ്നേഹം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ദിയ കൃഷ്ണയുടെ ഭർത്താവ് അശ്വൻ അവിടെ നിൽക്കുന്നുണ്ട്. അശ്വിൻ ആ ഒരു കുഞ്ഞിന്റെ അച്ഛനാണ്. ആ ഒരു നമുക്ക് പറയേണ്ട കാര്യമില്ല, എന്നിരുന്നാലും കാണുന്ന കാര്യങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും പറയും. അശ്വിൻ കുഞ്ഞിന്റെ അച്ഛനാണ്. പക്ഷെ അശ്വിന് അവിടെ മുൻപന്തിയിൽ നിൽക്കേണ്ട ഒരു ഇതുമില്ല. എന്നുവെച്ചാൽ അശ്വിന് ഒരു വാല്യൂ അവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഇല്ലെങ്കിൽ എന്റെ ഭർത്താവാണ്, എന്റെ കുഞ്ഞിന്റെ അച്ഛനാണ് എന്നുള്ളൊരു ബോധം വേണം. അപ്പൊ നമ്മൾ ആരും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളാണ് ശ്രദ്ധിക്കേണ്ട എന്നുള്ളൊരു സാമാന്യ ബോധം അല്പമെങ്കിലും വേണം. ഇതിപ്പം അശ്വിനോട് നിൽക്കുന്നത് അയ്യോ ഇത് വേറെ ആരുടെ പാർട്ടിക്കാണ് എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ആ ഒരു അപ്പച്ചിയെ പിടിച്ച് മാറ്റുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫാമിലിക്ക് മുതിർന്ന ആൾക്കാരോട് പെരുമാറാനുള്ള കാര്യം അറിയത്തില്ലേ, എങ്ങനെയാണ് അവരോട് ചിന്തിക്കുന്നത്? സത്യം ഒരു കുടുംബത്തിലും ഇതുപോലെയുള്ള ആൾക്കാർ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 4 പേരുണ്ടെങ്കിൽ 4 പേരും ഒരേ കണക്കാണ് നിൽക്കുന്നത്. ഇതിൽ ഒരാൾക്കും വ്യത്യാസമില്ല. ഇപ്പൊ ഒരാൾ മാറാൻ പറയുന്നുണ്ടെങ്കിൽ ഒരാൾ കൈ തട്ടി മാറ്റുന്നു. അപ്പം പല രീതിയിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു അപ്പച്ചി എന്ന് പറയുന്നത് അവർക്കൊരു വീട്ടു ജോലിക്കാരി ആയിട്ട് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. വളരെ സങ്കടം തോന്നുന്നുണ്ട്. ഒരു മുതിർന്ന ആളാണ്, ഇല്ലെങ്കിൽ പറയാം സാമാന്യ ബോധമുള്ളവർക്ക് പറയാം അപ്പച്ചി ഒന്ന് മാറി നിൽക്കുക, അപ്പച്ചി ഫാമിലി ആയിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണ്, അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒരു വീഡിയോയോ ഒരു ഫോട്ടോ എടുത്തിട്ടോ എന്ന് പറഞ്ഞാൽ അത് മര്യാദ. അല്ലാണ്ട് അപ്പച്ചി അങ്ങോട്ട് മാറി നിൽക്കേ, ഇല്ലെങ്കിൽ അപ്പച്ചി അങ്ങോട്ട് ചെന്നിരിക്കേ എന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റുന്നത് രണ്ടാണ്. ഇവർക്കൊന്നും ഒരു മുതിർന്ന ആൾക്കാരുടെ ഒരു മനസാക്ഷിയില്ല, ഒരു ബോധമില്ല. ആൾക്കാരുടെ അവർക്ക് അവരുടെ ഫാമിലി മാത്രമാണ് വലുത്. അതിലപ്പുറം പുറത്തുള്ള ഒരാളും അതിനുള്ളിൽ കയറാൻ പാടില്ല. പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ വീട്ടു ജോലിക്ക് നിർത്തിയേക്കുന്നത്? ഇവരുടെ ബന്ധുവാണല്ലോ ഒരു അപ്പച്ചി എന്ന് പറയുന്നത്. കഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ. ഇവരുടെയൊക്കെ ക്യാരക്ടർ കണ്ടിട്ട് ഒന്നിനൊന്നും മെച്ചായിട്ടാണ് തോന്നുന്നത്. എന്തൊക്കെയായിരുന്നു ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്. പിന്നെ ഈ കമന്റ്സിൽ നിന്ന് എടുത്ത് നോക്കിയാൽ അറിയാം എന്തൊക്കെയാണ്. എന്നിട്ട് ഇടയ്ക്ക് വെച്ച് ഈ ഒരു ദിയ കൃഷ്ണ മെഴുകിലോട് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഫാമിലി ആയിട്ടൊരു വീഡിയോസ് എടുക്കാൻ ശ്രമിച്ചതാണ്. അങ്ങനെയാണ് എന്തൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യനെ പബ്ലിക്കിന്റെ മുന്നിലേക്ക് അത് നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്നുണ്ട് അറിയാലോ, എന്നിട്ട് അത് ട്രിം ചെയ്തൊക്കെ മാറ്റിയേക്കുന്നു കേട്ടോ. അതിന് കുറച്ച് ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്തിരിക്കുന്നു. എത്ര മര്യാദ ഇരിക്കും നോക്കിയേ. ഒരു മുതിർന്ന ആളോട് പെരുമാറേണ്ട ഒരു ബോധ്യം ഇല്ല. എന്തോ മോഹൻലാലിന്റെ മക്കളാണോ അതോ ഈ മമ്മൂട്ടിയുടെ മക്കളാണോ? അത്രയും സ്റ്റാറായിട്ട് നടക്കുന്ന ആൾക്കാരുടെ മക്കൾക്ക് പോലും ഇത്ര അഹങ്കാരം ഉണ്ടോ എന്ന് എനിക്ക് തോന്നില്ല. എല്ലാ ആൾക്കാർക്കും ഓരോ യൂട്യൂബ് ചാനലുണ്ട്. അത് തന്നെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ളത്. അല്ലാണ്ട് ഇവർക്ക് എന്തിരിക്കുന്നു? ഇവരെയൊക്കെ നടക്കും ഭാവമൊക്കെ കണ്ട ഇവരെന്തോ ഈ രോഗം മറിച്ചു വെച്ച് ആൾക്കാരെന്തോ ആണ് വിചാരിക്കുന്നത്. കൃഷ്ണകുമാർ പണ്ടെങ്ങോ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം പാർട്ടിയുടെ ഒരു സംഭവത്തിൽ വന്നിട്ടുണ്ട്. അല്ലാതെ ഇവരെന്താണ്? ഇവരാരാണ് അറിയപ്പെടുന്നത്? ഒന്നുമില്ല. പിന്നെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും അറിയാം അത് കൃഷ്ണകുമാറിന്റെ ഫാമിലിയാണ് എന്നുള്ള രീതിയിൽ. അല്ലാണ്ട് ഇവർക്ക് ഇത്രയ്ക്ക് എന്താ പറയാ അധപതിച്ച് പെരുമാറാൻ വേണ്ടിയിട്ട് മാത്രം ഇവരൊക്കെ എന്തോ ഇരിക്കുന്നു ഇനി മനസ്സിലാവുന്നില്ല. സത്യമായി കുറച്ചൊക്കെ അഹങ്കാരം കുറയ്ക്കുക. അഹങ്കാരം കുറച്ചാൽ നന്നായിരിക്കും. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിപ്പം മറ്റുള്ളവർ മുമ്പിൽ ഇത്രയും മുതിർന്ന ആൾക്കാരെ ഭയങ്കരമായിട്ട് അപമാനിക്കുന്ന രീതി തന്നെയാണ് ആ ഒരു വീഡിയോസിൽ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത്രയ്ക്ക് അറിയത്തില്ല ആഹാനിക്കൊന്നും ഇത് ഒരു വീഡിയോ എടുക്കുന്ന ഒരു ഫംഗ്ഷനാണ്, അപ്പൊ നമ്മൾ എടുക്കുന്ന വീഡിയോസ് എല്ലാവരും കാണും എന്നുള്ളൊരു സാമാന്യ ബോധമില്ലേ. മൊത്തത്തിൽ ഇപ്പൊ എയറിൽ തന്നെയാണ്. കുറച്ച് നാൾക്ക് മുന്നേ എയറില് തൻവിയുടെ കാര്യത്തിൽ എയറിലായി. തന്റെ അമ്മമ്മയെ എന്തോ ഡോഗെന്ന എന്തൊക്കെ പറഞ്ഞ് വിളിച്ചെന്ന് പറഞ്ഞിട്ടാണ് അതിനായത്. ഇപ്പത് വീണ്ടും ദിയ കൃഷ്ണയുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ എല്ലാ ആൾക്കാരും ഒന്നിനൊന്നും വെച്ചും ഒരാൾക്ക് ഒരു മാറ്റം ഇല്ല എന്ന് പറയുമ്പോൾ അതിശയം തോന്നുന്നുണ്ട്. ഇവരുടെയൊക്കെ എന്തായാലും ഇതിൽ കമന്റ് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാലും
അശ്വിനന്റെ മുന്നേ ഈ ഒരു ദിയാകൃഷ്ണന്റെ കാമകൻ ഉണ്ടായിരുന്നു. അവരും അവരുടെ ഫാമിലി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത്രമേല് അശ്വിൻ എല്ലാവരും അതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതാദ്യം സ്വന്തം ഭർത്താവിന് ഒരു വാല്യൂ കൊടുക്കാത്ത ആൾക്കാർ എവിടുത്തെ ആൾക്കാർ മനസ്സിലാവില്ല. സ്വന്തം കുഞ്ഞിന്റെ അച്ഛനാണ്, ഇല്ലെങ്കിൽ കുഞ്ഞിന്റെ അച്ഛനാണ് ഏറ്റവും മുൻപന്തിൽ നിൽക്കേണ്ടതെന്ന് നോക്കാല് അതിൽ ആർക്കും, ഈ അശ്വിൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഒരേ വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അശ്വിന് മാത്രം പട്ടിയുടെ വിലയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കഷ്ടം തോന്നുന്നുണ്ട് ആ ഒരു ഫാമിലിയിൽ ചെന്ന് എത്തിപ്പെട്ടത്. പാവപ്പെട്ട ഒരു ഫാമിലി പോയിരുന്നാലും കിട്ടേണ്ട വാല്യൂ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു, പാവപ്പെട്ട വീട്ടിൽ പോയിരുന്നാലും. എന്നാലും വല്ലാത്തൊരു അവസ്ഥ തന്നെ കേട്ടോ. ഇത് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എങ്ങനെ പറയാണ്ടിരിക്കും, പറഞ്ഞു പോവും ചില കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക്. എന്നിട്ട് കുറെ ന്യായീകരണം കൊണ്ടുവന്ന് പറയും മെഴുകിയിട്ട് കാര്യമില്ല. ചെയ്യുന്നത് നല്ല പ്രവൃത്തിയായിരിക്കണം. നല്ല പ്രവൃത്തിയാണെങ്കിൽ ദൈവം നമ്മളൊപ്പം കാണുന്നാണ് പറയുന്നത്. പക്ഷെ എന്തൊക്കെയാ ഈ കാട്ടിക്കൂട്ടണെന്ന് അറിയത്തില്ല. ഒരാളെ ഇഷ്ടമില്ല, ഒരു വ്യക്തികളെ ഇഷ്ടമില്ല, സ്വന്തം കാര്യം സിന്ദാബാദ്. എന്തായാലും വളരെ കഷ്ടം തോന്നുന്നുണ്ടോ ഈ ഒരു അശ്വിനെ കാണുമ്പോഴത്തേക്ക് സഹതാപമാണ് തോന്നുന്നത്. വേറൊന്നുമല്ല, ഇത്ര ഗതികെട്ട രീതിയിലായി പോയല്ലോ എന്ന്. ഇത്തിരിയെങ്കിലും നാവ് വേണം. എന്തെങ്കിലും നമുക്ക് എവിടെ എല്ലായിടത്തും നമ്മൾ താഴ്ന്നു കൊടുക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾക്ക് എവിടെയാണോ നമ്മൾ താഴ്ന്നതെന്ന് തോന്നിയാൽ നമുക്ക് പറയേണ്ട സ്ഥാനത്ത് നമ്മൾ പറയണം. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ മാവേലിയെ ചവിട്ടി താഴ്ത്തും പോലെ മണ്ണിനടിയിലേക്ക് ചവിട്ടി താഴ്ത്തും. അതാണ് പോകുന്നത്. കഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ. ഇവരുടെയൊക്കെ ക്യാരക്ടർ ഇത് തന്നെയാണ്. ഇനി ഇതൊന്നും മാറ്റാനൊന്നും പറ്റത്തില്ല. മെയിനായിട്ട് ഇത് തന്നെയാണ്. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് മത്ത് പിടിച്ച് നിൽക്കുന്ന പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ആ ഒരു ഫാമിലി തന്നെ നിൽക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വീട്ടുകാർക്ക് എന്താ ആഗ്രഹം കാണുമായിരിക്കും തന്റെ കുഞ്ഞിന്റെ ബർത്ത്. പ്രത്യേകിച്ച് നല്ല ഫാമിലികൾക്കാണ്. അവർ മീനമ്മ എന്ന് വിളിച്ചുകൊണ്ടൊക്കെ നടക്കുമായിരുന്നു. അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ തോന്നത്തില്ലേ എൻ്റെ കൊച്ചുമകന്റെ ബർത്ത്ഡേ കാണണം എന്നൊക്കെ ഉള്ള രീതിയിൽ. ഇവർക്കൊക്കെ നാണക്കേടാണ് അവരെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓരോരുത്തർക്കും അമ്മായിയമ്മയുടെ ഒക്കെ സ്നേഹം കിട്ടാണ്ട് വിഷമിക്കുന്നു. പക്ഷെ ഇതൊന്നും അങ്ങനെയല്ല. ഇത് അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് കാണിക്കുന്ന കുറച്ച് കോപ്രായത്തരങ്ങളാണ്. എന്തായാലും അശ്വിൻ കണ്ടുപിടിച്ച ആള് നല്ല ബെസ്റ്റ് ആള്.